ഒരു ലാസ്റ്റ് ഒരു 2 വീക്സ് 1 month ആക്കിയിട്ട് ഡെയിലി വീഡിയോസ് ഡെയിലി അതെടുത്തിട്ട് യൂട്യൂബേഴ്സ് എല്ലാം தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கவுண்ட்ல இருந்து நிறைய பேர் இப்பெல்லாம் எல்லாம் ஸ்டார்ட் பண்ணி இல்ல ஃபேக் அக்கவுண்ட் இல்ல நான் எல்லாரும் சென்னையில இருந்து ஒரு காரியம் പറഞ്ഞിരുന്നു ഞാൻ ചെന്നൈയിൽ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞു അതിപ്പോ സത്യമായില്ലേ ഞാൻ എന്താ പറഞ്ഞത് ഒരു മാസീവ് അറ്റാക്ക് ഒരാളല്ല എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട് 4-5 പേരാ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ 2 യൂട്യൂബേഴ്സ് பேச முடியாத കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ இதெல்லாம் இப்படி இது കണ്ടായിരുന്നോ ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ പേരെടുത്ത് പറയണോ പരാതി കൊടുത്തിരിക്കேன் അതുകൊണ്ട് ഇപ്പോ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല നീ பேசு அதான் சொல்லிருக்கேன் எல்லாம் வந்து பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு நீங்க எல்லாம் இப்போ நீங்கள் போட்டால் கூட அது வந்து எப்படி சொல்கிறது நெகட்டிவாக தான் அவங்க பேசுவாங்க ஒரு கமெண்ட் கூட படிக்க முடியல பார்க்க முடியல அவ்வளோ அசிங்கமாக ரொம்ப கீழ்த்தனமாக பேசுகிறாங்க ஏன்னா கமெண்ட் பண்ணுறது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான் அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாமல் ரொம்ப அசிங்கமாக பேசுகிறாங்க இதெல்லாம் எப்படி வந்து என்னால் இது பண்ண முடியும் கமெண்ட் எத்தனை பேர் ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறீங்க ஒரு பேஷண்ட் நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் கழிக்கணும் மனசமாதானமாயிட்டு ஜீவிக்கிறேன் சத்து போய் எனக்கு திருச்சி ஜீவன் தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா நான் நன்னாയിട്ട് நாங்கள் 2 பேரும் ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഞാൻ എന്താ അന്ന് പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കും എനിക്ക് കുടുംബ ജീവിതം വേണം എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ റേപ്പ് ചെയ്യുവോ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ അത് നിങ്ങൾ വിശ്വസിക്കുവോ അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ വിദ്യാഭ്യാസമുള്ള ആളല്ലേ അവർ ഡോക്ടറല്ലേ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ ഞാൻ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ അത് എൻകിட்ட ரெக்கார்ட் இருக்கு അന്നേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കேன் അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിൽ ഇருக்கு എല്ലാം കാണിച്ചു കൊടുത്തത് പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോലീസ് കംപ്ലൈൻറ്റ് അതും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യണം ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യൻറ്റ് എന്തുകൊണ്ട് 2 ആഴ്ചയിലാണ് അന്ന് ഫസ്റ്റ് മാരേജ് പോയത് അവൻ ഡോക്ടർ അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു മെന്റലി അൺസ്റ്റേബിൾ